കുടുംബാംഗം അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ അവരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ടി എം സാവൂട്ടി സാഹിബിൻ്റെ മക്കളായ സി പി നസീർ, അതോടൊപ്പം ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ്, നസ്രീൻ, ഫാത്തിമ, ജാമതാക്കളെ അക്ബർ ഖാൻ, സി പി ആരിസ് എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. പുസ്തക പരിചയം നടത്തിയ ശ്രീജിത്ത്, അതോടൊപ്പം മലയാള മനോരമ റെസിഡൻസ് എഡിറ്ററും സാവൂട്ടി സാഹിബിൻ്റെ മൂത്ത മകൻ സി പി നസീറിൻ്റെ ഫാദറുമായ സി കെ അബൂബക്കർ, അതോടൊപ്പം ഈ പുസ്തകം ഏറ്റുവാങ്ങുന്ന എൻ്റെ പിതാവ് സാവൂട്ടി സാഹിബിൻ്റെ അനുജനുമായ പ്രൊഫസർ ടി എം അബ്ദുറഹ്മാൻ, പ്രൊഫസർ എ പി സുബൈർ, ചൂരായി ചന്ദ്രൻ മാസ്റ്റർ, പുസ്തക പ്രകാശനം നടത്തിയ പുസ്തകം പബ്ലിഷ് ചെയ്ത സാവൂട്ടി സാഹിബിൻ്റെ അനുജൻ ടി എം അബ്ദുൽ ഖാദറിൻ്റെ മകൻ സി കെ പി മുഹമ്മദ് റയീസ്, അതോടൊപ്പം തന്നെ സി കെ പി അബ്ദുൽ ഖാദർ, അബ്ദുറഹ്മാൻ കൈ എന്നിവരെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ ഇന്ന് ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ കുടുംബ സുഹൃത്തുക്കൾ, ഇവരെയെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിന് അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ അവരെ ക്ഷണിക്കുന്നു. അധ്യക്ഷ പ്രസംഗം നടത്തുന്നില്ല. സാവൂട്ടി സാഹിബിന്റെ നാമധേയത്തിൽ ഇതുപോലെ ഒരു സ്മരണിക അത് പ്രസിദ്ധീകരിക്കണമെന്ന് വളരെ നേരത്തെ ആഗ്രഹിച്ചതായിരുന്നു. ഒരുപാട് കാലത്തെ വിടവ് എന്ന് പറയുന്നത് നമുക്ക് ഈ പുസ്തകത്തിന്റെ പൂർത്തീകരണത്തിന് ഒരുപാട് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. സാവൂട്ടി സാഹിബുമായി ഏറെ ബന്ധമുള്ള ഒരുപാട് ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടു. മാത്രമല്ല, ഈ പുസ്തകത്തിന്റെ രചനയുമായി ബന്ധപ്പെട്ട ആ ഒരു ഘട്ടത്തിൽ ലോകം ഇന്നോളം കണ്ടിട്ടില്ലാത്ത കോവിഡ് മഹാമാരി കടന്നു വന്നപ്പോൾ ഈ പുസ്തകം പുറത്തു വരിക എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു കൊല്ലക്കാലത്തിലധികം കാലതാമസമുണ്ട്. എങ്കിൽ പോലും പരമാവധി ആളുകളെ, ബഹുമാനപ്പെട്ട സാവൂട്ടി സാഹിബുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളെ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തുള്ള അദ്ദേഹവുമായി കുടുംബബന്ധമുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി ആ ഓർമ്മകൾ ചികഞ്ഞെടുക്കാൻ നല്ല പണി ഒരു കൊല്ലക്കാലം ചെയ്തെടുത്തു. അവസാനം പുറത്തു. ഒരുപക്ഷെ ഇക്കാര്യത്തിൽ വലിയ ഉപദേശ നിർദ്ദേശവും ഒരു കാരണവ സ്ഥാനത്ത് നിന്ന് എന്നും എന്തായി പുസ്തകം എന്ന് അന്വേഷിക്കുന്ന അബൂക്ക ഇന്നിവിടെ വേദിയിലുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷദായകമാണ്. ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഈ രംഗത്തിറങ്ങുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത്, ഞാൻ ആ പുസ്തകത്തിന്റെ സമർപ്പണത്തിൽ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സാവൂട്ടി സാഹിബും കുടുംബവും തിരുവനന്തപുരത്തെ എൻ്റെ നിയമ പഠനകാലത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ലോക്കൽ ഗാർഡിയനായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും പാളയം പള്ളിയിൽ നിന്ന് ജുമാ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആദ്യത്തെ ചോദ്യം, ഈ ആഴ്ച നാട്ടിൽ പോകുന്നുണ്ടോ? പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ശനിയാഴ്ച വീട്ടിലേക്ക് ക്ഷണമായി. ഞായറാഴ്ച വീട്ടിലെത്തുമ്പോൾ തലശ്ശേരിയിലേക്ക്, ഞാൻ അങ്ങനെ ഓർമ്മിച്ചെടുക്കുന്ന തലശ്ശേരിയിലേക്ക് പല ആളുകൾക്കും പുസ്തകമായി, കത്തായി ഒരു പോസ്റ്റ്മാന്റെ കണക്കെ എന്നെ ഏൽപ്പിക്കുന്ന പണിയുണ്ട്. അതിൽ ഡോക്ടർ സി ഒ ഉമ്മറുട്ടി സാഹിബിനെ, അതുപോലെ സി ഒ ടി ഉമ്മർ വക്കീലിന്, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് കെ സാഹിബിന്, അതുമല്ലെങ്കിൽ മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്ത നമ്മുടെ റോമാസിലെ ഉസ്മാനിക്ക, അങ്ങനെ കുറേ ആളുകൾ എൻ്റെ മനസ്സിൽ ഓർമ്മയാവും. അവർക്കൊക്കെ കൊടുക്കാൻ എന്തൊക്കെ പുസ്തകമോ കത്തോ, അങ്ങനെ ഒരു രക്ഷാകർത്തൃ സ്ഥാനത്ത് നിന്ന് പല സന്ദർഭങ്ങളിലും ഞാനൊക്കെ ഇപ്പോൾ ഓർമ്മിക്കുന്നു. പരീക്ഷാകാലത്ത് ഒരു പെരുന്നാൾ പോലും സാവൂട്ടി സാഹിബിന്റെ വീട്ടിൽ കൂടിയിട്ടുണ്ട്. അങ്ങനെ വലിയ ബന്ധത്തിൽ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയ, മാത്രമല്ല നമ്മൾ കണ്ട ഒന്ന് രണ്ട് സംഗതി അവിടെ ആ സമയത്താണ് മുമ്പ് വക്കമ്പോലുവിൻ്റെയും സീതി സാഹിബിൻ്റെയും അതുപോലെ കുട്ട്യാമ സാഹിബിന്റെ പുസ്തകത്തിന്റെ ഒക്കെ രചനയിൽ ഇവരുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്, ഷൗൽ ഹമീദ് അതിന്റെ ഒരു ഒന്നിച്ചുണ്ടാവുക. ഞാൻ നേരത്തെ രാവിലെ അമീറോട് ഡ്രൈവറോട് ചോദിച്ചതാ, ഇന്നിവിടെ വന്നിട്ടുണ്ട്, തിരുവനന്തപുരത്ത് വന്നേ. ഇങ്ങനെ ഒരു വലിയ സംഘം എന്ന് പറയുന്നത് വലിയ ബന്ധമാണ്. അപ്പോൾ തലശ്ശേരി വന്ന് ഇന്ന സംഗതികൾ ഒന്ന് അടുത്ത ആഴ്ച കൊണ്ടുവരണം, അങ്ങനെ പറഞ്ഞ് ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമുക്കൊക്കെ പൊതു രംഗത്ത്, സാമൂഹ്യ രംഗത്ത് എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്ന ഒരു വലിയ പാഠശാലയായി ബഹുമാനപ്പെട്ട സാവൂട്ടി സാഹിബ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇതൊരു അനുഭവമാണ്. അത് പൊതുജീവിതത്തിലൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു ഘട്ടത്തിൽ ഞാൻ 30 കൊല്ലം കൊണ്ട് ഒരു കഥയാണ് പറഞ്ഞത്. വിദ്യാഭ്യാസപരമായ ഉന്നതത്തിന് വേണ്ടി പോരാടിയ ഒരു മനുഷ്യൻ. കാലം കുറേ വർഷങ്ങളായിട്ടും നമ്മൾ സ്മരിക്കുകയുണ്ടായില്ല.
പക്ഷേ ഇന്നൊരു സ്മരണ പുസ്തകത്തോട് വരുമ്പോൾ വലിയൊരു വിടവാണ് നിങ്ങൾ നികത്തുന്നത്. അതിന് ഇതിന് കാരണക്കാരെ ഓരോരുത്തരോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഈ കുടുംബം ഇന്ന് ഇതിനൊരു സാന്നിധ്യം നൽകുമ്പോൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം നമ്മൾ അതിലൂടെ കാണുകയാണ്. ചരിത്രം നോക്കുമ്പോൾ പലരും മൺപറട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചില വ്യക്തിത്വങ്ങളെ നമ്മൾ ഓർക്കുകയാണ്, അവർ നൽകിയ സംഭാവനകളുണ്ട്. അവർ വ്യക്തിപരമായ താല്പര്യങ്ങൾ മുൻനിർത്തിയല്ല അവരന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ നമ്മൾ ഓർക്കുന്നത്. ഇന്ന് കാലഘട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട വ്യക്തി തന്നെ സംഘടന തന്നെ വ്യക്തിയാവുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആ ചിന്ത വീണ്ടും ഉണർത്തേണ്ടതുണ്ട്. തൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, തൻ്റെ നേതൃത്വ പാടവത്തിനോ തൻ്റെ മേധാവിത്വത്തിനോ വേണ്ടിയല്ല, മറിച്ച് ഞാൻ ചെയ്യുന്ന മേഖലകളിൽ ആ സമൂഹത്തിന് അതിന് ഗുണമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി. അങ്ങനെയുള്ള വ്യക്തികൾ വിരളമാണെന്ന്. അവിടെയാണ് നമ്മൾ സാവാൻകുട്ടി സാഹിബിനെ വേർതിരിച്ച് കാണേണ്ടത്. ഇന്ന് എൻ്റെ സഹോദരൻ മുഹമ്മദ് നിയാസ് ജഡ്ജിയായത് തന്നെ അദ്ദേഹത്തിൻ്റെ വഴി കാണിച്ച പാതയിലൂടെ ചിന്തിച്ചു. ഞാൻ ഒരു അഭിഭാഷകനായതും പിന്നീട് ജഡ്ജിയായതും എൻ്റെ പിതാവ് കാണിച്ചത് അദ്ദേഹം വിദ്യാഭ്യാസ മേഖലകളിലും മറ്റുള്ള മേഖലകളിലും നിസ്വാർത്ഥമായ സേവനങ്ങൾ നൽകിയിരുന്നു. അതുവരെ തന്നെ മാർഗനിർദ്ദേശമുണ്ട്. അവർ സ്വന്തം മക്കളെ മാത്രമല്ല ഒരു സമുദായത്തിനും മറ്റുള്ളവർക്കും വേണ്ടിയാണ് നിലകൊണ്ടത്. കാലം മാറിയിരിക്കുന്നു. പ്രസംഗങ്ങൾ കൂടുതൽ കേൾക്കുന്നു, പക്ഷേ ജീവിതത്തിൽ പകർത്തിയമാക്കാൻ സാധിക്കുന്നില്ല. എവിടെയായാലും വാട്സപ്പിലായാലും യൂട്യൂബിലായാലും പ്രസംഗങ്ങളുടെ അരങ്ങാണ് കാണുന്നത്. പക്ഷെ ജീവിതത്തിൽ നമ്മൾ വരുന്നു നോക്കുമ്പോൾ അത് കാണുന്നില്ല എന്നതാണ്. കൂടുതൽ ആളുകൾ പഠിക്കുന്നു, മതഗ്രന്ഥങ്ങൾ പഠിക്കുന്നു, ക്ലാസ്സുകളിൽ പോകുന്നു, ക്ലാസ്സുകൾ പ്രസംഗങ്ങൾ കേൾക്കുന്നു. പക്ഷെ എവിടെയാണ് നമ്മൾക്ക് തെറ്റുപറ്റുന്നത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവാത്ത മുന്നേറ്റങ്ങൾ സമ്പത്തിലോടുകൂടി മറ്റുള്ള എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആളുകൾ നെട്ടോട്ടപാടുകയാണ്. അസ്വാസ്ഥ്യം എല്ലാ നിലയിലും നമ്മൾ പകരുന്നു. എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഇവിടെയാണ് നമ്മൾ സാവാൻകുട്ടി പോലുള്ള സമുദായ നേതാക്കളെയൊക്കെ കാണേണ്ടിയിരിക്കുന്നത്. നിസ്വാർത്ഥമായ സേവനത്തിന് സമൂഹത്തിൻ്റെ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഞാൻ ഗുണകാംക്ഷിയായി നിൽക്കുക എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അത്രത്തോളം അങ്ങനെ മാറാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു മുന്നേറ്റം ഉണ്ടാവില്ല. എത്ര പ്രസംഗങ്ങളും എത്ര ശാസ്ത്രങ്ങളിൽ കേട്ടിരുന്നാലും എത്ര മതപഠനങ്ങൾ നടത്തിയാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്നില്ല. നമ്മളിലേക്ക് വ്യക്തിയിലധിഷ്ഠമായ മാറ്റത്തിന് മുൻനിർത്തത്തോളം കടത്തോളം വ്യക്തിപരമായ സൃഷ്ടിപരമായ മാറ്റത്തിന് നമ്മൾ മുൻനിർത്തോളം നമുക്ക് അങ്ങനെ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ഇവിടെയാണ് സാവൻകുട്ടി സാഹിബിനെ പോലുള്ള പ്രസക്തി വരും തലമുറകൾക്ക് നമ്മൾ പകർത്തി കൊടുക്കേണ്ടതുണ്ട്. ഒരു സമുദായം ഇന്ന് പ്രതിക്കൂട്ടിലാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിനല്ല, സാംസ്കാരികമായി പിന്നോക്കം നിൽക്കുന്നതിനല്ല, മതപരമായ പഠനങ്ങൾക്ക് പിന്നോക്കം നിൽക്കുന്നതിനല്ല, മറിച്ച് അവരെ വളരെ സംശയത്തോടെ നോക്കി പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അവിടെ ആദ്യം നമ്മൾ പ്രതിക്കൂട്ടിലാണ്ടത് നമ്മൾ തന്നെയാണ്. ഏത് ആശയത്തിൻ്റെ പേരിലായാലും ഏത് ഇസത്തിൻ്റെ പേരിലായാലും മാറ്റി നിർത്തപ്പെടുന്നെങ്കിൽ അവിടെ പ്രതിക്കൂട്ടിലാക്കപ്പെട്ടവരാണ് അവർ ആദ്യം ചോദ്യം ചെയ്യപ്പെട്ടത്. എന്തുകൊണ്ട് സംഭവിക്കും? മുഖ്യധാരയിൽ നിന്ന് മാറി നിന്ന് സൃഷ്ടിപരമായ സമൂഹത്തിൻ്റെ ഗുണപരമായ മാറ്റത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സ്വത്വത്തിൻ്റെ പേരിൽ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായും പല സംഘടനകൾ വരും. ഇവിടെ നമ്മൾ ഒരു പ്രത്യേകിച്ച് ഇന്ത്യ പോലെ രാജ്യത്ത്
ബഹുസ്വര രാജ്യത്ത് നമ്മൾ എത്തിക്കുമ്പോൾ നമ്മളെ സൃഷ്ടിക്കപ്പെടുന്ന വ്യക്തിത്വം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു വ്യക്തി ഒരു സമുദായത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുമ്പോൾ മറ്റുള്ളവർ സ്വീകാര്യമാവുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ CH പോലുള്ള സിരി സാഹിബ് പോലുള്ള സാവൻകുട്ടി സാഹിബിനെ പോലുള്ള എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന വ്യക്തിത്വം ഉണ്ടായത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അവരൊരു സമുദായത്തിനും ഉന്നതനാക്കി പ്രവർത്തിച്ചെങ്കിലും മറ്റുള്ളവർക്ക് അവരെ സ്വീകാര്യമായി എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. ഇവിടെയാണ് നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടത്. ഒരു രാജ്യത്തിൻ്റെ സ്വത്വം ആ രാജ്യത്തിൻ്റെ ഭരണഘടന നിയമവാഴ്ചയുമാണ്. ആ നിയമവാഴ്ചയിൽ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുമ്പോൾ ആ സൃഷ്ടിപരമായ മാറ്റത്തെ ഉൾക്കൊള്ളുമ്പോൾ എല്ലാവരും ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ വിടവുകൾ നമുക്ക് നികത്താൻ സാധിക്കുകയില്ല. CH പോലെയോ CD സാഹിബിനെ പോലെയോ വക്കമൗലവിയെ പോലെയോ സാവൻകുട്ടി സാഹിബിനെ പോലെയോ ആളുകളുടെ വിടവ് നമുക്കിന്ന് വല്ലാതെ വിടവ് തന്നെയാണ് കാണേണ്ടത്. ഇവിടെ ഒരു വലിയൊരു മാറ്റത്തിന് ഈ പുസ്തകത്തിലൂടെ നമുക്ക് സാധിക്കും. ബഹുസ്വരതയിലൂടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ കൊണ്ട് എല്ലാവരും ഉൾക്കൊള്ളുന്നതും സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വക്താക്കളായി മാറുന്ന ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം. കാരുണ്യത്തിൻ്റെ മതം എന്ന് പറഞ്ഞ സമൂഹത്തിൻ്റെ കാരുണ്യം എല്ലാവരും ഉൾക്കൊള്ളാൻ സാധിക്കണം. അത് ഏതെങ്കിലും മതത്തിൻ്റെ ഒരു വിഭാഗത്തിൽ മാത്രം കാരുണ്യം ഒതുക്കുമ്പോൾ ആ കാരുണ്യം യഥാർത്ഥത്തിൽ കാരുണ്യമല്ല. സൃഷ്ടാവ് ആ കാരുണ്യം ഏതെങ്കിലും പ്രത്യേക മതക്കാർക്ക് മാത്രം വഹിച്ചു കൊടുത്തതല്ല. ആ കാരുണ്യം എല്ലാവരിലും എത്തിക്കാൻ സാധിക്കണം. അപ്പം നമ്മൾ തന്നെ തിരിഞ്ഞു നോക്കണം. നമ്മൾ എന്തുകൊണ്ട് പുറകോട്ട് പോകും? ഒരു ന്യായാധിപൻ എന്ന നിലയിൽ ഒരു സമൂഹത്തിൽ ഒരു പൊതു സദസ്സിൽ നിന്ന് പറയാനുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യങ്ങളും പറയാൻ സാധിക്കുകയില്ല. ഞാൻ ഇവിടെ നൽകിയിരുന്നത് ഒരു മാറ്റം നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാവരും സ്വീകാര്യമാവുന്ന, എല്ലാവരും ഉൾക്കൊള്ളാവുന്ന, ആരെയും തൃപ്തിപ്പെടുത്താനല്ല, മറിച്ച് നമ്മുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, നമ്മുടെ ശാസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, ലോകത്തിനും സമൂഹത്തിനും രാജ്യത്തിനും നന്മകൾ ചേർന്ന് വെക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഇന്നത്തെ ഈ ചടങ്ങ് ആ ഒരു സ്മരണയിലേക്കാകട്ടെ. സാവൻകുട്ടി സാഹിബ് കാണിച്ചു തന്ന മാർഗത്തിൽ നമുക്ക് പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കാം. ഈ പുസ്തകം അതിലേക്ക് പാതകരായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എൺപത്തെട്ടാം ജന്മദിനം ആഘോഷിക്കുമായിരുന്ന ഒരു വലിയ മനുഷ്യനെ ഓർക്കുന്ന ഒരു സായാഹ്നമാണ്. അദ്ദേഹത്തെ അറിയുന്ന ആളുകളാണ് ഇവിടെ എല്ലാവരും എന്ന് എനിക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ കണ്ടവർ, അദ്ദേഹത്തെ കേട്ടവർ, അദ്ദേഹത്തെ വായിച്ചവർ, അവരൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സിന് മുമ്പിൽ കോഴിക്കോട്ടു നിന്ന് ഒരാൾ എന്താണ് പറയേണ്ടത് എന്ന് എനിക്ക് എന്നെ ശരിക്കും പിടിയില്ല. പക്ഷേ ഞാൻ കൽപ്പിക്കപ്പെട്ടു സംസാരിക്കാൻ വേണ്ടി എന്നുള്ളത്. കാരണം സംസാരിക്കാൻ ഞാൻ നിന്നില്ലെങ്കിൽ ചെറിയൊരു പ്രശ്നമുള്ളൊരു കുടുംബകലഹം ഉണ്ടായേക്കും. കാരണം സാവൻകുട്ടി സാഹിബിൻ്റെ മൂത്ത മകൻ കല്യാണം കഴിച്ചിട്ടുള്ളത് എൻ്റെ ഏക പുത്രിയെയാണ്. അതുപോലെ തന്നെ ജസ്റ്റിസ് നിയാസ് ഞങ്ങളുടെ തറവാട്ടിൽ നിന്നിരുന്ന 100 കൊല്ലം പഴക്കമുള്ള വീട് പൊളിച്ച് അവിടെ ഒരു ഫ്ലാറ്റ് പണിയാനുള്ളൊരു സംരംഭം വന്നപ്പോൾ കോടതിയിൽ നിന്ന് സ്റ്റേ ഉത്തരവ് വന്ന് ഞങ്ങളാകെ കഷ്ടത്തിലായപ്പോൾ ഞങ്ങളെ രക്ഷപ്പെടുത്തിയെടുത്ത അഭിഭാഷക സുഹൃത്താണ് ജസ്റ്റിസ് നിയാസ്. അതുപോലെ അബ്ദുറഹ്മാൻ സാഹിബും മക്കൾ എല്ലാവരെയും ഞാൻ ഓർക്കുകയാണ്. വേദിയിലിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ എണ്ണി പറയുന്നില്ല, എല്ലാം സായിമാരാണ്. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യ പോയതിന് ശേഷം പിന്നെ സായിമാരൊക്കെ തലശ്ശേരിയിലെ സ്റ്റേജിലാണ് വന്നത് അറിയുന്നത്. സന്തോഷം നൽകുന്ന ഒരു വസ്തുത, ഈ വലിയൊരു മനുഷ്യനെ അനുസ്മരിക്കാൻ നമുക്കൊരു അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. പലരും മറന്നുപോകുന്ന ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തെയാണ് നമ്മൾ ഇന്നിവിടെ അനുസരിക്കുന്നത്. സാവൂട്ട് സാഹിബ് എന്ന പേര് ഞാൻ ആദ്യം കേട്ടത് ഞങ്ങൾ കോഴിക്കോട്ട് വരുന്നതിന് മുമ്പ് തലശ്ശേരി താമസിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരുപാട് പഴങ്ങൾ വെച്ചിരുന്നു.
പടത്തിലെ കമ്പക്കാരനായിരുന്നു എൻ്റെ പിതാവും പിതാവിൻ്റെ പിതാവും ഒക്കെ. അപ്പോൾ അവിടത്തേക്ക് ഞങ്ങളുടെ ഒരു മദ്രാസിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാരണവർ, ഷുക്കൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ലോക്കൽ ഫണ്ട് ഓഡിറ്റിങ്ങിൻ്റെ മലബാർ മേഖല ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൊണ്ടുവന്നിട്ട് ഇതിവിടെ ഒരു പ്രധാന സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പടത്ത് നോക്കിയപ്പോൾ അതിൽ കാണുന്ന ആളുകളെ ഒന്നും നമുക്ക് പരിചയമില്ല, ഷുക്കൂർ സാഹിബിനെ അല്ലാതെ. അപ്പോൾ ആചാരഭാവമായി വെളുത്ത് സുന്ദരനായ ഒരാൾ പെണ്ണ് നിൽക്കുന്നു ചോദിച്ചു. ഞാനിത് ആരാണെന്ന് ചോദിച്ചു. അതാണ് TM സാവാൻകുട്ടി, കോഴിക്കോട്ട് ഞങ്ങളെല്ലാവരും മദ്രാസിൽ ഒന്നിച്ച് പഠിച്ചിരുന്നു. ഷാദിമാലിൽ നിന്ന സമയത്ത് എടുത്ത പടമാണ്. അന്നാണ് ആ പേര് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോന്നു. ആ പേരും സാവൻകുട്ടി എന്ന ആളെക്കുറിച്ചും ഒക്കെ മറന്നുപോയി എന്നതാണ് വാസ്തവം. പിന്നെ മനോരമയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് തലശ്ശേരിയിൽ നിന്നൊരു വാർത്ത വന്നു, TM സാവാൻകുട്ടി എന്ന് പറയുന്ന ആൾ കൗൺസിലിലേക്ക് കയറിയിരിക്കുന്നു, ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു പടമൊക്കെ വെച്ച് നമ്മൾ കൊടുത്തപ്പോൾ അതൊരു അത്ഭുതം. സാവാൻകുട്ടിയുടെ വല്ലാത്ത പേരാണല്ലോ, ഇതെന്താണ് ഈ പേര് എന്ന്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പേര് വന്നത് എന്നതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കൊരു ആഹ്വമില്ല. കാരണം കോഴിക്കോട്ട് പേരുകളും തലശ്ശേരിയിലെ പേരുകളുമായിട്ട് വളരെ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ ഉപ്പാപ്പ മായൻ എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ 2 പെൺകുട്ടികൾക്കിട്ട പേര് കുഞ്ഞാച്ചു എന്നും കുഞ്ഞിമായ എന്നുമാണ്. പക്ഷെ അദ്ദേഹം ബോംബെയിലൊക്കെ പോയി ഇംഗ്ലീഷ് കമ്പനിയിലെ ആദ്യത്തെ ഇന്ത്യൻ ഓഫീസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തതാണ്. പക്ഷെ എങ്കിൽ പോലും കുട്ടികളുടെ പേര് വന്നപ്പോൾ ഈ ഇത്തരത്തിലുള്ള പേരുകളാണ് ഇട്ടിരുന്നത്. അത് പക്ഷേ തലശ്ശേരി വന്നാൽ ഇങ്ങനെയുള്ള കുറേ പേരുകളാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. പണ്ട് ജനസംഘത്തിൻ്റെ ഒരു ദേശീയ സമ്മേളനം കോഴിക്കോട് നടക്കുന്നുണ്ടായി. അപ്പോൾ അന്നിവിടെ വന്ന ജനസംഘത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ റിപ്പോർട്ടറെ വിളിച്ച് വേറെ 1-2 പത്രത്തിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മനോരമയുടെ, മാതൃഭൂമിയുടെ, ചന്ദ്രയുടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പലതും അന്വേഷിച്ച കൂട്ടത്തിൽ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് മുഖപത്രം ഉണ്ടോ, നിങ്ങളുടെ പത്രം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേ പത്രമുണ്ട്. പത്രത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചന്ദ്രിക എന്നാണ്. നിങ്ങൾ ആ പേരെങ്കിലും മര്യാദയ്ക്ക് നിട്ടല്ലോ, നല്ല കൂടുതൽ തന്നെയാണ് നിങ്ങൾ. എങ്ങനെ ആളുകൾ കണക്കാക്കുന്ന ഇത്തരത്തിലാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ കോഴിക്കോട്ടെ പേരുകളും ഒക്കെ കോയമാരാണ്. ഇപ്പോഴത്തെ ടെലിഫോൺ ഡയറക്ടറിയിൽ കോയ എന്നുള്ള പേരധികം കാണില്ല. എല്ലാം കോയ തന്നെ. അതെങ്ങനെയാണ് കോയ എന്നുള്ള പേരെന്നെടുത്ത് ചോദിച്ചപ്പോൾ കോയ ഉച്ചയ്ക്ക് പറ്റാൽ ഉസകോയ, അസർക്ക് പറ്റാൽ അസങ്കോയ, മോദിക്ക് പറ്റാൽ മുയി കോയ, അങ്ങനെ ഓരോ കോയ എന്ന് പറഞ്ഞ് അവസാനിക്കുക. പിന്നെ പേര് തീർന്നപ്പോഴാണ് കോയ മൊയ്യി കോയി, കോയസ കോയി ഒക്കെ വന്നത്. അത് കഴിഞ്ഞ് കോയ പോലും വരികയുണ്ടായി. അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ എൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന ഒരു ചെറിയൊരു ഓർമ്മ. നമ്മുടെ ബഹുമാനായ TP കുട്ടിയാമു സാഹിബ് കോഴിക്കോട്ട് സ്ഥിരതാമസമാക്കിയ കാലത്ത് ഞങ്ങൾ സിവിൽ സ്റ്റേഷൻ്റെ ഭാഗത്ത് താമസിച്ചപ്പോൾ അവിടെ ഒരു വലിയൊരു പള്ളി ഉണ്ടാക്കാൻ ശ്രമമുണ്ടായി. അന്ന് പലതും പറഞ്ഞ കൂട്ടത്തിൽ കുട്ടിയാമു സാഹിബ് പറഞ്ഞു, ഞാൻ ഉത്തരേന്ത്യയിൽ ഒരു രാജസ്ഥാനിൽ ജയ്പൂരിലൊരു സമ്മേളനത്തിന് പോയിരുന്നു. ആ പോയപ്പോൾ അവിടെ ബാങ്ക് കൊടുത്തപ്പോൾ ഞാനൊന്ന് നിസ്കരിച്ച് വരട്ടെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ആളുകൾക്ക് സംശയം, എന്ത് കുട്ടിയമ്മന് നിസ്കാരം, ഇതെന്താ പേര്, നിങ്ങൾ ഏതാ ജാതി? അദ്ദേഹം പറഞ്ഞു കുട്ടിയമ്മ എന്ന് പറഞ്ഞാൽ ഇത് കുട്ടി അഹമ്മദാണ്, അഹമ്മദ് സഗീറാണ്, അതാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് പുതിയ തലശ്ശേരിയിൽ വരുന്ന ആളുകളുടെ പേരുകൾ കൂടെ ഇങ്ങനെ മാറി പോന്നു. പക്ഷെ തലശ്ശേരിക്കാർക്ക് തലശ്ശേരി എന്ന പേര് എന്നും നിലനിർത്താറുണ്ട് എന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് കൊലകൾ നടക്കുന്ന സ്ഥലമാണ് ഈ ഭാഗത്ത്. പക്ഷെ അന്നത്തും തലശ്ശേരിയുടെ പേര് കൊലശ്ശേരി എന്നായിട്ടില്ല, തലശ്ശേരി തന്നെയാണ് എന്ന് പറയുന്നത്. പക്ഷേ ആ നേരത്തെ നമ്മൾ നോക്കുമ്പോൾ സമയത്ത് പിന്നെ ഇവിടെ നിലനിന്നിരുന്ന ആളുകളും സൗഹൃദവും എല്ലാം നമുക്കറിയാം. തലശ്ശേരിയെ പറ്റി പലരും പറയുന്നത് 3 സീയുടെ നഗരമാണ്, കേക്കിൻ്റെയും ക്രിക്കറ്റിൻ്റെയും സർക്കസിൻ്റെയും നഗരമാണ്. പക്ഷെ മലയാളത്തിൽ പറയും 3 കായുടെ നഗരമാണ്, കേക്കും കളരിയും കേയുമാണ് 3 കാൾ. അപ്പോൾ അങ്ങനെ തലശ്ശേരി ഓർമ്മിക്കപ്പെടുന്ന ഒരു വലിയ സ്ഥലമാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. സാവൂട്ടി സാഹിബ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം പല മേഖലകളിൽ വ്യാപരിച്ചു, പല സ്ഥലങ്ങളിലും എത്തിയിടത്തൊക്കെ അത്യുന്നതങ്ങളിൽ എത്തി എന്നുള്ളതാണ്. കൗൺസിലിൽ കയറി, മുനിസിപ്പൽ കൗൺസിൽ കയറി മുനിസിപ്പൽ ചെയർമാനായി, സർവീസ് കമ്മീഷനിൽ കയറി സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായി, മുസ്ലിം സർവീസ് സൊസൈറ്റി കയറി അതിൻ്റെ പ്രസിഡന്റായി,
അങ്ങനെ എവിടെയൊക്കെ എത്തിയോ അവിടെയൊക്കെയും അദ്ദേഹം തൻ്റെ മേൽവിലാസം ഉറപ്പിച്ച ഒരു വലിയ മനുഷ്യനായി. അതിനേക്കാളേറെ വലിയ സന്തോഷമുള്ളത് അദ്ദേഹം ഒരു അഭിഭാഷകനായി, പക്ഷേ അദ്ദേഹം ന്യായാധിപനായില്ല, പക്ഷേ വലിയ ന്യായാധിപനായി വർത്തിച്ച ഒരാളാണ്. ഏറ്റവും വലിയൊരു മധ്യസ്ഥനായി അംഗീകരിച്ചിരുന്ന ഒരാളാണ്. പല പല കാര്യങ്ങളിൽ എനിക്കറിയാം. തലശ്ശേരിയിൽ തന്നെ ഞാൻ വായിച്ചത്, പണ്ട് ഇവിടെ 2 പെരുന്നാളുകൾ നടന്നപ്പോൾ ആ 2 പെരുന്നാൾ കൂടി ഒരൊറ്റ പെരുന്നാൾ നിസ്കാരമാക്കി മാറ്റി ഇവിടുത്തെ മൈതാനത്തെ പള്ളിയിൽ മുസ്ലിങ്ങൾക്ക് ഒരൊറ്റ ഈദ്ഗാഹ് കൊണ്ടുവരുന്നതിന് ഒരു മാധ്യസ്ഥത വഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു യോഗം വിളിച്ചപ്പോൾ അതിൽ അധ്യക്ഷനാക്കിയത് ഏറ്റവും ചെറുപ്പക്കാരനായ TM സാവൂട്ട് സാഹിബിനെ ആയിരുന്നു. പിൽക്കാലത്ത് അതുപോലെ തന്നെ കോഴിക്കോട്ട് 100 വർഷം തികയുന്ന JDTയിൽ വലിയൊരു പ്രശ്നമുണ്ടായി. അത് ആകെ തമ്മിൽ അടി, എവിടെ എത്തുക എന്നറിയില്ല. പക്ഷെ അന്ന് ഇതിനു വേണ്ടി ഒരു ന്യായാധിപനെ കണ്ടെത്തണമെന്ന് കണ്ടപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് സാവൂട്ട് സാഹിബിനെയായി. അദ്ദേഹം ഇലക്കും ഉള്ളിലും കേടുവരാത്ത വിധത്തിൽ അത് മനോഹരമായി അത് പരിഹരിക്കുകയുണ്ടായി. അങ്ങനെ ആ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെയുള്ളൊരു വലിയ മനുഷ്യൻ്റെ ഓർമ്മ നിലനിർത്താൻ ഇങ്ങനെയൊരു സംരംഭം പ്രിയപ്പെട്ട റയീസിൻ്റെയും പിന്നെ സുബൈറിൻ്റെയും അതുപോലെ തന്നെ സൈനുദ്ദീൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു 8-9 മാസമായി ഞാൻ തന്നെ പല ലേഖനങ്ങളും സംഭരിച്ചു കൊടുത്തിട്ട് എനിക്ക് ആ ലേഖകന്മാരുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത പോലെ അവസ്ഥയായിരുന്നു. ഡോക്ടർ CM ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു, എൻ്റെ ഒരു ലേഖനമായി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു. അതുപോലെ ഡോക്ടർ മൊയ്തു സാഹിബ് ഒരു ലേഖനം ഉണ്ടായി. ഞാൻ നിങ്ങളുടെ ലേഖനം, ബാബുരാജിൻ്റെ ലേഖനം ഉണ്ടായി. ഇങ്ങനെ പലരുടെ ലേഖനം വന്നപ്പോൾ ഇത് പുറത്തു വരില്ലേ എന്നൊരു ഭയപ്പാടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. ഇന്ന് നമ്മൾ ഒരു നല്ല ഒരു ഗ്രന്ഥം അദ്ദേഹത്തെ ഓർമ്മിക്കത്തക്ക വിധത്തിൽ പുറത്തിറക്കാൻ സഹായകമായി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ചെറിയ കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഈ പേരിൻ്റെ കാര്യം തന്നെയാണ്. പണ്ട് ദക്ഷിണേന്ത്യയിൽ 3 സംസ്ഥാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. കർണാടകയല്ല, മൈസൂർ, മദ്രാസ്, കേരളം. ഈ 3 സംസ്ഥാനങ്ങളുടെ DPIമാരുടെ വിദ്യാഭ്യാസ ഡയറക്ടർമാരുടെ ഒരു യോഗം ബാംഗ്ലൂരിൽ ചേരുകയുണ്ടായി. ബാംഗ്ലൂരിൽ ചേർന്നപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടർമാർ സമ്മേളിച്ചപ്പോൾ അത് കൺവീൻ ചെയ്തത് ബാംഗ്ലൂരിലെ DPI ആയിരുന്നു. ബാംഗ്ലൂരിലെ DPI വന്നപ്പോൾ ബാംഗ്ലൂർ DPI പരിചയപ്പെട്ടു. ഞാൻ ആണ് ഇതിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ. എൻ്റെ പേര് ജോൺ മസ്കരീനാസ്. ഞാൻ ഇവിടുത്തെ കർണാടക ബാംഗ്ലൂരിലെ ആളാണ്. ഇത് കേട്ടപ്പോൾ ഇവിടുന്ന് പോയത് കുഞ്ഞിപ്പക്കി സാഹിബായിരുന്നു, COT കുഞ്ഞിപ്പക്കി സാഹിബ്. കുഞ്ഞിപ്പക്കി സാഹിബ് പറഞ്ഞു, ഐ ആം കുഞ്ഞിപ്പക്കി ഫ്രം കേരള. അപ്പം മദ്രാസ് എന്ന് ഒന്നാൾ പറഞ്ഞു, ഐ ആം മഹാലിംഗം തമിഴ്നാട്. ഞാൻ നിർത്തുകയാണ്. ജോലി ചെയ്ത ഒരു മാധ്യമ പ്രവർത്തന നിലക്ക് മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കുറിച്ച്, ഒപ്പം തന്നെ സമുദായത്തിലെ പരിഷ്കർത്താക്കളെ കുറിച്ച്, നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കുന്ന കൂട്ടത്തിൽ, വായിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് വായിച്ചു പോയൊരു പേര് മാത്രമായിരുന്നു. പക്ഷേ ഈ ഒരു ഉദ്യമം എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ഓരോ ലേഖനങ്ങളും വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പറയാൻ കഴിയും, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഞാൻ പറയുന്നത് അതിശയോക്തികരമാണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം, ആൽബർട്ട് ഐൻസ്റ്റീൻ മഹാത്മാവിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇമ്മട്ടിലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വളരെ ആകാംക്ഷയോടെ, ആദരവോടെ ആലോചിക്കണമെന്നായിരുന്നു. കർമ്മം കൊണ്ട്, ചിന്ത കൊണ്ട്, ആശയം കൊണ്ട്, വളരെ കൃത്യമായ ലക്ഷ്യം കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട ഒരു ജന്മമായിരുന്നു സവാൻ. ഞാൻ ബഹുമാനപ്പെട്ട എൻ്റെ ഏറ്റവും അടുത്ത സൈനുദ്ദീൻ സാഹിബിനോട് എനിക്കൊരു പരാതി പറയാനുള്ളത്, ഈ മനുഷ്യനെ ഇങ്ങനെ അറിഞ്ഞാൽ പോരാ, ഈ മനുഷ്യനെ കുറെ കൂടെ വിപുലമായി അറിയണം. അത് ആ മനുഷ്യനോടുള്ള ആദരവ് മാത്രമല്ല, അത് ഈ തലമുറയോടുള്ള ഒരു ബാധ്യതയാണ്, വരുംകാല തലമുറയോടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. അത്രമേൽ ബഹുമാനപ്പെട്ട മുസ്താഖ് ജഡ്ജി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, അത്രമേൽ കലുഷിതമായ ഒരു വർത്തമാനകാല സാഹചര്യം നമ്മെ തുറച്ചു നോക്കുന്നു. നിശ്ചയമായും ഈ തരത്തിലുള്ള വ്യക്തികളെ സമൂഹം അറിയേണ്ടതുണ്ട്, കൂടുതൽ പഠിക്കേണ്ടതുണ്ട്, കൂടുതൽ പകർത്തേണ്ടതുണ്ട്.
എൻ്റെ സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ ഈ പുസ്തക പരിചയത്തിലേക്ക് ഒന്ന് ഓടിച്ചു പോവുകയാണ്. ഈ പുസ്തകത്തിൽ എഴുതിയ വളരെ പ്രഗത്ഭരായ അബൂബക്കർ സാർ ഇവിടെ ഏകദേശം ആ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ ലേഖനം വായിച്ചിട്ട് ഞാൻ തന്നെ പലപ്പോഴും ഇങ്ങനെ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ ആളുകളുടെയും, ഞാൻ അദ്ദേഹത്തിന് മാത്രമല്ല എല്ലാവരും വായിക്കും. ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ അദ്ദേഹം വളരെ കൃത്യമായിട്ട് സാവാൻകുട്ടി സാറിനെ പറയുന്നത്, ഒരു മനുഷ്യൻ സാമൂഹ്യ ജീവി എന്ന നിലക്ക്, സാംസ്കാരിക ജീവി എന്ന നിലക്ക്, കുടുംബപരമായ തലത്തിലുള്ള ഒരാളെന്ന നിലക്ക് എല്ലാ തലത്തിലും കംപ്ലീറ്റ് മാൻ എന്ന് പറയാവുന്ന ഒരു മനുഷ്യനാണ് സാവാൻകുട്ടി. ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ഇന്റർവ്യൂ നൽകിയിരുന്ന 200 മാർക്ക് 20 മാർക്കാക്കിയത് അദ്ദേഹത്തിൻ്റെ മാത്രം താല്പര്യമായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പലപ്പോഴും സൈദ് സാഹിബിൻ്റെ സമർപ്പണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, രാഷ്ട്രീയ രംഗത്തെ ആഭാസഭ്യാസങ്ങൾ തൊട്ടു തീണ്ടാത്ത ഒരു മനുഷ്യൻ. വേണമെങ്കിൽ നിശ്ചയമായും താൻ ഉൾപ്പെടുന്ന പാർട്ടിയുടെ, താൻ ഉൾപ്പെടുന്ന മുന്നണിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും മെറിറ്റ് മാത്രമായിരിക്കണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനശീല എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് അദ്ദേഹം 200 മാർക്ക് 20 മാർക്കാക്കി മാറ്റുന്നത്. അതൊരു വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ്. അത് ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ സാർ കൃത്യമായിട്ട് ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ പുത്രൻ മുതൽ പുത്രി, ബന്ധുക്കളൊക്കെ എഴുതിയ ലേഖനങ്ങളിൽ ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം, ഒരു കുടുംബനാഥൻ എങ്ങനെയായിരിക്കണം, ഒരു പിതാവ്, ജസ്റ്റിസ് നിയാസിൻ്റെ ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ ഉപ്പയുടെ ഉപദേശം, മാതൃകയായ പിതാവ്. മാതൃകയായ പിതാവ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും മാതൃകയായ പിതാവാണ്. അതും കൂടുതൽ പകർത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. എം പി അബ്ദുസമദാനി സാഹിബ് പറയുന്നുണ്ട്, വളച്ചുകെട്ടില്ലാത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപനം. വളരെ കൃത്രിമത്വം നിറഞ്ഞ, വളരെ സങ്കീർണമാക്കപ്പെടുന്ന സ്വഭാവങ്ങളും വർത്തമാനങ്ങളും കേൾക്കുന്ന നോക്കൂ നേരെ ചൊവ്വേ കാര്യങ്ങൾ പറയുകയാണ് അദ്ദേഹം. അത് സമദാനി സാഹിബ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നു. കെ പി എ മജീദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഡോക്ടർ ANP ഉമ്മർകുട്ടി പറയുന്നുണ്ട്, വഹിച്ചിരുന്ന ഔദ്യോഗിക പദവിയുടെ നിഷ്പക്ഷത പാലിക്കാനുള്ള വെമ്പലായിരുന്നു ഈ ശൈലിമാറ്റത്തിന്റെ കാരണം. അദ്ദേഹത്തിന്റെ ശൈലിയെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹത്തിന് തൊട്ടു മുമ്പ് PSC ചെയർമാനായിരുന്ന, ഞാൻ പേര് പരാമർശിക്കുന്നില്ല, അദ്ദേഹവുമായി താരതമ്യം ചെയ്തുകൊണ്ട് ANP പറയുകയാണ്, ഇത്രമേൽ ലാളിത്യവും ഇത്രമേൽ സത്യസന്ധതയും സുതാര്യതയും കാണിച്ച ഒരു വ്യക്തി ഇല്ല എന്ന് തന്നെ പറയുന്നു. PK അഹമ്മദ് അദ്ദേഹം പറയുന്നുണ്ട്, ജീവിതത്തെ വളരെ ലളിതമായും സരസമായും നോക്കിക്കണ്ട വലിയ മനുഷ്യൻ, ആരോടും വിരോധമില്ലാതെ എല്ലാവരെയും സ്നേഹത്തോടെ സമീപിച്ചിരുന്ന സത്യസന്ധമായ പൊതുബോധത്തിൻ്റെ ഉടമസ്ഥൻ. അത് വളരെ അപൂർവമായി മാത്രം കാണുന്ന, പ്രത്യേകിച്ച് ഞാൻ തുടക്കം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, സമകാലിക സമൂഹത്തിൽ നമുക്ക് അന്യം നിന്നു പോകുന്ന ഇത്തരം മഹത്തരമായ സ്വഭാവങ്ങളാണ് സാവാൻകുട്ടി സാഹിബിനുണ്ടായിരുന്നത്. കാരശ്ശേരി വളരെ രസകരമായി തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ സാവാൻകുട്ടി സാഹിബിനെ അദ്ദേഹത്തിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച്, ഈമാനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വായനയെക്കുറിച്ച്, ആഴത്തിലുള്ള വായനയെക്കുറിച്ച്, അന്യ സമുദായങ്ങളെക്കുറിച്ചുള്ള കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് MN കാരശ്ശേരി പറയുന്നു. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എത്രയും വിനീതമായി എത്രയും എളിമയോടെ പെരുമാറാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നുള്ള തെളിവ് കൂടി അദ്ദേഹം പറയുന്നു. എനിക്ക് അബൂബക്കർ സാറിൻ്റെ ഒരു വരികൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, വിഷയദാരിദ്ര്യമില്ലാതെ സംസാരിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു സാഹിബ്. ഏത് സമയത്തും ആർക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാമായിരുന്നു. വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം അദ്ദേഹം മാറ്റിവെക്കും. ഉച്ചത്തിൽ നിലവിളിക്കുന്നതെന്ന് തോന്നിയാൽ സിറ്റിംഗ് റൂമിലെ പാട്ട് വിട്ടിട്ട് നാവടക്കും. അതേസമയം വേണ്ടിടത്ത് തന്നെ സംസാരം ഒതുക്കി നിർത്താനും സംസാരിക്കാൻ വരുന്നവരെ കേട്ടിരിക്കാനും എന്നും സന്നദ്ധനായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ നേതാക്കന്മാരിൽ, ഞാൻ രാഷ്ട്രീയ നേതാക്കന്മാരെ മൊത്തമായിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ രാഷ്ട്രീയ നേതാക്കന്മാരിൽ, സമുദായ നേതാക്കന്മാരിൽ, മത നേതാക്കന്മാർക്ക് കേൾക്കാനുള്ള സമയമില്ല, പറയാൻ മാത്രമേ സമയമുള്ളൂ. അവിടെയാണ് സാവാൻകുട്ടി സാഹിബ് നല്ലൊരു കേൾവിക്കാരനായിരുന്നു എന്ന് ഡോക്ടർ കെ അബൂബക്കർ സാർ വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തത്. CT അബ്ദുറഹീം ദയാപുരവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വളരെ വൈകാരികമായി തന്നെ പറയുന്നുണ്ട്. AP കുഞ്ഞാമു, P ദാമോദരൻ തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ബഹുമാനപ്പെട്ട M ബാബുരാജ് സാർ, അദ്ദേഹം ഈ തലശ്ശേരിയുമായിട്ടും
കോഴിക്കോടുമായിട്ട് പ്രത്യേകിച്ച് മുസ്ലിം സമുദായവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ആഴത്തിൽ പഠിച്ച ഒരു പത്രപ്രവർത്തകനാണ്. മലയാള മനോരമയുടെ മുൻ പ്രസിഡന്റ് എഡിറ്ററായിരുന്ന അദ്ദേഹവും സാവാൻകുട്ടി സാഹിബിൻ്റെ അദ്ദേഹത്തിൻ്റെ തലക്കെട്ട് തന്നെ സൗമ്യം ദീപ്തം എന്നാണ്. അത്രമേൽ അദ്ദേഹത്തെ ആകർഷിച്ച ഒരു വ്യക്തിത്വം ആയിരുന്നു അത്. അദ്ദേഹം വളരെ കൃത്യമായിട്ടും പാട്ടുകളെക്കുറിച്ചും രാഷ്ട്രീയത്തിലെ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ CM അബൂബക്കർ അദ്ദേഹവും വ്യക്തിപരമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചില വ്യക്തിപരമായ മേന്മയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. വിശദമായി തന്നെ അബൂബക്കർ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. EM നജീബ്, കുഞ്ഞിക്കണ്ണൻ വാണിമേൽ തുടങ്ങി കുറേ ആളുകളുടെ പേര്, നവാസ് പോനൂർ, TP ചെറുപ്പ തുടങ്ങി ഒരുപാട് ആളുകളുടെ പേര് ഞാൻ വായിക്കുന്നില്ല. എൻ്റെ ബഹുമാനപ്പെട്ട ഗുരുനാഥൻ പ്രൊഫസർ AP സുബൈർ സാർ, അദ്ദേഹം സാവാൻകുട്ടി സാഹിബിൻ്റെ വളരെ അടുത്ത ബന്ധുവല്ലാന്ന് എനിക്കറിയാം, പക്ഷേ വളരെ അടുത്തൊരാളാണ്. പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ്, പ്രത്യേകിച്ച് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി. അദ്ദേഹം പല കാര്യങ്ങൾക്കും സാവാൻകുട്ടി സാഹിബിൻ്റെ അടുത്ത് പൊതുകാര്യത്തിൽ അദ്ദേഹം പോകാറുണ്ട്. അദ്ദേഹം വ്യക്തിപരമായ സ്വന്തം കാര്യത്തിൽ ഒരിക്കൽ പോലും പോയിട്ടില്ല. പക്ഷെ ഒരു ശുപാർശയുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വളരെ വളരെ ക്ഷുഭിതനായി. അദ്ദേഹം പ്രൊഫസർ AP സുബൈർ ഞാൻ ഇതുവരെ കാണാത്തൊരു സാവാൻകുട്ടി സാഹിബിനെ കണ്ടത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഭരണാധികാരികൾ ആവേണ്ടത്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലിയിൽ അദ്ദേഹം നാസ്ത കഴിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവിടുത്തെ, എന്നിട്ടും അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾക്ക് എന്നെ സമീപിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അത് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല, പ്രൊഫസർ സുബൈർ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇത്രയും ബന്ധമുണ്ടായിട്ടും ആത്മബന്ധമുണ്ടായിട്ടും തൻ്റെ നിലപാടിൽ നിന്ന് തൻ്റെ ആദർശത്തിൽ നിന്ന് ഒരു പോയിന്റ് പോലും വ്യതിചലിക്കാൻ ആ മനുഷ്യൻ തയ്യാറായില്ല. ഞാൻ ലേഖനം എഴുതിയ എല്ലാവരുടെയും പേര് ഞാൻ പരാമർശിക്കുന്നില്ല. ഒരു പക്ഷേ എൻ്റെ തലമുറയ്ക്ക്, വരുന്ന തലമുറയ്ക്ക് ഒരു വലിയ പാഠപുസ്തകമാണ് സാവാൻകുട്ടി സാഹിബ് എന്ന് തർക്കമില്ല. വായിക്കുവാനും പകർത്തുവാനും കൂടുതൽ പഠിക്കുവാനും നമുക്ക് അവസരം ലഭിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഇമ്മത്തിലുള്ള മനുഷ്യന്മാരാണ് നമ്മളെ നേർവഴിയിലേക്ക് നയിക്കേണ്ടത്. ഒരു തരി പോലും കളങ്കമില്ലാതെ, ഒരു തരി പോലും ആരോപണമേൽക്കാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഒരു പക്ഷേ അത്ഭുതമായിരിക്കും. അത്തരം സവിശേഷമായ ഒരു ജന്മമാണ് സാവാൻകുട്ടി സാഹിബ്. അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് വേണ്ടി നമ്മൾ സ്നേഹമുണ്ട് എല്ലാവർക്കും. CM എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് വീട്ടിൽ വന്ന ഓർമ്മയൊക്കെ നന്നായിട്ടുണ്ട്. നമുക്കൊരു CMൻ്റെ ബന്ധം തിരുവനന്തപുരത്ത് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്തപ്പോൾ കുറെ കൂടി വന്നിട്ടുണ്ട്. CM 2 വാക്ക് സാവാൻകുട്ടി സാഹിബിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. തലശ്ശേരിക്കാരുടെ പലരും മഹാന്മാരായി പ്രഗത്ഭരായി മാറി സമുദായത്തിനും നാട്ടിനും കൊടുത്ത സംഭാവനകളെ കുറിച്ചും എനിക്ക് നന്നായിട്ടറിയാം. ഇവിടുത്തെ ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു CP കെ മുതൽ ഇങ്ങോട്ട് ആലുപിക്ക് COT, ഉമ്മർകുട്ടി സാഹിബ്, TM സാഹിബ്, ഇങ്ങനെ ധാരാളം ആളുകൾ തലശ്ശേരിയിൽ നിന്നും പ്രഗത്ഭ വിദ്യാഭ്യാസം നേടി സമൂഹത്തിനും സമുദായത്തിനും വളരെയധികം സംഭാവന ചെയ്തവരാണ്. ചെറിയ പ്രായത്തിൽ മുസ്ലിം വിദ്യാർത്ഥി സംഘടനയുടെ ഒരു ചെറിയ നേതാവും പ്രവർത്തകനും എന്ന നിലക്ക് പറഞ്ഞപോലെ സൈനുദ്ദീൻ സാഹിബിൻ്റെ വന്യപിതാവ് മൂക്കൈ സാഹിബിൻ്റെ അടുത്തൊക്കെ എപ്പോഴും ഞാൻ വരാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ സഹോദരൻ പുതിയോടൊപ്പം സഹപ്രവർത്തകരുമായിരുന്നു. അതുപോലെ തന്നെ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പ്രഗത്ഭരായ നേതാക്കൾ ഒരാളായ മുസ്തഫ വക്കീലിൻ്റെ മകനാണ് ഇന്നത്തെ മുഖ്യാതിഥി മുഷ്താഖ് സാഹിബ് എന്നുള്ളതും എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നു. പിന്നെ അബൂബക്കർ സാഹിബിനെ പറയേണ്ടതില്ല, തീർച്ചയായും കോഴിക്കോട് വന്ന ധാരാളം പരിചയമുള്ളതാണ്. സാവാൻകുട്ടി സാഹിബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും ദർശനവും എന്നാണ് പുസ്തകത്തിന് ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് വളരെയധികം പുതിയ തലമുറക്ക് മാതൃകയാക്കാനുള്ള ഒരു പുസ്തകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നാം പഠിക്കുന്നത് വിദ്യാലയങ്ങളിൽ നിന്ന് മാത്രമല്ല, നാം സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ആചാര്യാൽ പാദമാദ്യത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം കാലക്രമേണ എന്നാണ് നീതിസാരത്തിൽ പഠിപ്പിക്കുന്നത്. അധ്യാപകർ പഠിപ്പിക്കുന്നതിന് പുറമെ സ്വന്തമായി പഠിക്കുന്നതും സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നതും എല്ലാം കൂടിയാണ് ഒരു വ്യക്തി വികസിക്കുന്നത്. അപ്പം നമ്മുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാരുടെ ജീവിതങ്ങൾ മാതൃകയാക്കി
അതിൽ നിന്ന് പലതും പഠിക്കേണ്ടതുണ്ട്, പഠിക്കുന്നുമുണ്ട്. അതിനെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇന്നിവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചും പുതിയ തലമുറകൾക്ക് മാതൃകയാക്കാനാണ് ഈ പുസ്തകം ഇന്നിവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് വളരെയധികം നമുക്ക് മാതൃകയാക്കാനുണ്ട് താനും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറേയൊക്കെ ഇവിടെ പറഞ്ഞുവെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരാളോടും ദേഷ്യമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ദേഷ്യമുണ്ട് എവിടെ? സ്വന്തം വീട്ടിൽ. മക്കൾക്കും ബന്ധുക്കൾക്കും അത് കുറച്ചൊക്കെ അറിയാം. എങ്കിലും അതൊക്കെ വളരെയധികം നൈമിഷികങ്ങളായിരുന്നു, ഉപദേശങ്ങൾ മാത്രമായിരുന്നു. മറ്റുള്ളവരോട് ഏതും ജാതിക്കാരനായാലും മതസ്ഥനായാലും ഏത് സംഘടനക്കാരാണെങ്കിലും ആരോടും തന്നെ ഒരു വിദ്വേഷവുമില്ലാത്ത ഒരു ജീവിതവും സമീപനവുമായിരുന്നു സാവാൻകുട്ടി സാഹിബിൻ്റെ. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ 1971 മുതലാണ് അറിയുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മെമ്പറായി തിരുവനന്തപുരത്ത്. അപ്പം ഞാനന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ DCH വേണ്ടി പഠിക്കുകയായിരുന്നു. അദ്ദേഹം ചാർജ് എടുത്ത് 2 മാസം കഴിഞ്ഞപ്പോഴാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ മെഡിക്കൽ കോളേജ് സർവീസിലേക്കുള്ള ഞാനും കൂടി അന്ന് അപേക്ഷകനായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നും പേടിക്കേണ്ടതില്ല, നമ്മൾ ഉപദേശങ്ങളൊക്കെ തന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ആദ്യത്തെ ടെലിഫോൺ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. വാസ്തവത്തിൽ അന്ന് ആ പാനലിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മാറി. കാരണം ഞാൻ വടകരക്കാരൻ അത്രയുടെ ഒരു അകന്ന ബന്ധവും കൂടി ഞങ്ങൾ തമ്മിലുണ്ട്. 3-4 തലമുറക്കപ്പുറം ഞങ്ങളുടെ വല്യപ്പന്മാരുടെ വല്യപ്പ ഒന്നാണെന്നുള്ള അത് പറഞ്ഞത് വടകരയിലൊരു തങ്ങളുണ്ട്, മുല്ലക്കോയ തങ്ങൾ എന്ന് പറഞ്ഞിട്ട്. 4 തലമുറയുടെ ചരിത്രം പറയുന്നൊരു മനുഷ്യനാണ്. ഞാനും സാമൂഹ്യ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോഴാണ് ആ ബന്ധം തന്നെ ഞാൻ അറിയുന്നത്. അതുകൊണ്ടല്ല, അപ്പോൾ അതൊക്കെ കൊണ്ട് അദ്ദേഹം ആ പാനലിൽ നിന്ന് മാറി. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനം ആയിരുന്നു അന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഫോൺ വന്നത് നിങ്ങൾക്ക് 2nd റാങ്ക് ഉണ്ട് എന്ന് പറയാനായിരുന്നു. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത്രയും നിഷ്പക്ഷമതിയായി പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇരുന്ന മറ്റൊരാളെ കാണില്ല എന്നാണ് മുൻ മുഖ്യമന്ത്രി C. അച്യുതമേനോൻ തന്നെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്. അപ്പോൾ അത്രയും തൻ്റെ കർത്തവ്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ഡയലൂഷനും ഇല്ലാതെ സമീപിച്ചു. അതേസമയത്ത് എല്ലാവരോടും സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയവും ദർശനവും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് അവിടെ അവിട്ടം റോഡിൽ കണ്ണമ്പൂരക്കടുത്തുള്ള കുമാരപുരത്തായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് മിക്കവാറും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിത്യ സന്ദർശകനുമായിരുന്നു. അപ്പോൾ ജീവിതത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും തത്വസംഹിതകളെക്കുറിച്ചും പാർട്ടിയെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും ചർച്ച ചെയ്യാൻ അദ്ദേഹം എപ്പോഴും തയ്യാറായിരുന്നു. അദ്ദേഹത്തിന് മറ്റൊരു ചാവല്യമുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, സംഗീതമായിരുന്നു. പ്രത്യേകിച്ചും തലത്ത് മഹമ്മൂദ് എന്ന് പറഞ്ഞാൽ പിന്നെ സാവാൻകുട്ടി സാഹിബ് അവിടെ വീണ് കിടക്കും. അത്രയും വലിയൊരു ആരാധനയായിരുന്നു തല്ലത്തിൻ്റെ ഗാനങ്ങളോട്. അപ്പോൾ അന്ന് ഞാൻ കുറേയധികം തല്ലത്തിൻ്റെ പാട്ടുകളൊക്കെ ശേഖരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. രാവുകൾ പലതും പകലാക്കിയിട്ടുണ്ട് ഞങ്ങൾ. രാത്രി 2 മണി വരെ 3 മണി വരെയൊക്കെ തല്ലത്തിൻ്റെ പാട്ടുകളും സൈഗാളിൻ്റെയും CH ആത്മയുടെയൊക്കെ പാട്ടുകൾ കേട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. മാപ്പിളപ്പാട്ടുകളും ഗസ്തികൾക്ക് അതും വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ചാവല്യമായിരുന്നു. ഒരു സൗന്ദര്യാരാധകൻ കൂടിയായിരുന്നു സാവാൻകുട്ടി സാഹിബ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ മെറ്റിക്കുലസാണ്. ശുഭ്രവസ്ത്രങ്ങൾ ധരിക്കും, അത് വളരെ മെറ്റിക്കുലസ് ആയിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാവവും നടത്തവും എല്ലാം അതിനൊരു ഒരു പ്രത്യേകതയും ഒരു സ്റ്റൈലും ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനായിരുന്നു സാവാൻകുട്ടി സാഹിബ്. ഈ പേരെങ്ങനെ വന്നു ഞാൻ കുറേ കാലം ഞാൻ ശരിക്കും ഒന്ന് ഗവേഷണം നടത്തുക എനിക്കൊരു പിടി കിട്ടിയിട്ടില്ല. എന്ത് ലോപിച്ചിട്ടാണ് ഈ സാവാനായതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതുണ്ട്, പക്ഷെ അതെങ്ങനെ വന്നു? ഷഹബാൻ റംസാൻ ഷഹബാൻ അല്ല, അതായിരിക്കാം അല്ലേ? സഫ്വാൻ സാവാനായിരിക്കും. അങ്ങനെ ആയിരിക്കും. ഇപ്പോഴാണ് പിടികിട്ടിയത്. ഞാൻ ആദ്യം വിചാരിച്ച ഷഹബാനും റംസാനും ഒക്കെ വന്ന പോലെ അങ്ങനെയാണെന്ന്. എന്തായാലും പ്രത്യേകമായ പേരുകൊണ്ടും അദ്ദേഹം വ്യത്യസ്തമായി മാറി നിൽക്കുന്നു. എല്ലാ മേഖലയിലും യുവതലമുറകൾക്ക് മാതൃകയാക്കാവുന്ന ഒരു മഹാമനുഷ്യനായിരുന്നു. രാഷ്ട്രീയത്തിലും സമുദായത്തിൻ്റെ പുനരുദ്ധാരണത്തിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ മറ്റെല്ലാ സേവന രംഗങ്ങളിലും അദ്ദേഹം മികച്ചു നിന്നു, മാതൃകയാക്കി നിന്നു.
മനുഷ്യ സേവനത്തിൻ്റെ പാതയിൽ പാദമൂന്നിയാൽ അനശ്വരനായിടും മൃതിക്കും അപ്പുറം എത്തരുമെന്ന് കവിയായ ഉടവണ്ണ പാടിയതുപോലെ അദ്ദേഹം അനശ്വരനാവുന്നത് ആ മനുഷ്യ സേവനത്തിൻ്റെ പാതയിൽ പാദമൂന്നിയതാണ് എന്നുള്ളതാണ് പുതിയ തലമുറക്ക് ഏറ്റവും വലിയ ഒരു സന്ദേശം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാം. കാര്യസ്ഥൻ. അതുകൊണ്ട് ആ മേനോനിൽ നിന്നാണ് സാവാൻകുട്ടി സാറിൻ്റെ മഹത്വം എൻ്റെ പഞ്ചായത്തിലും എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടിനടുത്തും എൻ്റെ ലൈബ്രറിയായ കൈരളി വായനശാലയിലും ഈ സാവാൻകുട്ടി സാറിനെ പറ്റി ഇങ്ങനെ പറയും. ജമ്മി, അന്ന് ജമ്മി എന്നാണല്ലോ പറയുക. ആ ജമ്മിയുടെ കാര്യസ്ഥനായ കുഞ്ഞിരാമൻ നായരിലൂടെ കിട്ടിയിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിയുന്നവരാണ് മുനിസിപ്പൽ ചെയർമാനാവുന്നത്. സിഗബി ജനമുഖയുടെ ആശ്രിത മത്സരത്തിൽ നിന്ന് വളർന്നു വരുന്ന ഒരു പുതിയ നേതാവ്, പിന്നെ കേരളം നിറഞ്ഞിരിക്കുന്ന ഒരു സാംസ്കാരിക രീതിയിൽ മുസ്ലിം പ്രസ്ഥാനത്തിൽ കൊണ്ടുപോകുന്ന ഒരാൾ, ഇങ്ങനെ പല രീതിയിലും കാണുന്നത് പിന്നീടാണ്. അങ്ങനെ അദ്ദേഹത്തെ എൻ്റെ ശ്രീത്ത് പറഞ്ഞ മാതിരി കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ തലശ്ശേരി മാത്രമല്ല കേരളത്തിലുടനീളം നമ്മൾ കാണിക്കേണ്ടതാണ്. പക്ഷെ അതൊരു തുടക്കമല്ല, വലിയ ഭാഗ്യം. മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പോകുന്ന എല്ലാവർക്കും അറിയാം, മുസ്ലിം പെൺകുട്ടികളാണ് മഹാഭൂരിപക്ഷം. ഇത്രമാത്രം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുതിപ്പ് ചിലപ്പോൾ പഴയ VC മായൻ സാഹിബിനോ സാവൻകുട്ടി സാഹിബിനൊക്കെ കിട്ടി വന്ന ഒരു മാതൃകയാണ്. ആ മാതൃകയെ ഇനിയും ഉയർത്തി വളർത്തി കൊണ്ടുവരുന്നതിന് നമ്മുടെ തലശ്ശേരിയിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ല മാതൃക ഒന്ന് സാവാൻകുട്ടി സാഹിബാണ്, ഒന്ന് മൺമറഞ്ഞു പോയിരിക്കുന്ന ANP ഉമ്മറൂട്ടി വൈസ് ചാൻസലർ. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുന്ന ഈ രീതി വളരെ പ്രധാനമാണ്. അവിടെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന എല്ലാ പ്രവർത്തകന്മാർക്കും തലശ്ശേരിക്കാർ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്ന അവരോട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ സ്നേഹപൂർവ്വം സാവൻകുട്ടിക്ക എന്ന് വിളിക്കുന്ന സാവൻകുട്ടി സാഹിബിനെ കുറിച്ച് രണ്ടു വാക്കെങ്കിലും പറയാതിരിക്കുന്ന നിർവാഹമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഗെയ് സാഹിബിന്റെ മാടത്തിന്റെ മുകളിൽ ഞാൻ സരസ്വതി കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തതിന് ശേഷം ഒരിക്കൽ അവിടെ വന്ന സമയത്താണ്. അതിനുശേഷം പിന്നെ അദ്ദേഹം ഞങ്ങളുടെ കോളേജിന്റെ ആരും പരാമർശിക്കാത്ത ഒന്നിന്റെ കാര്യം പറയാതെ എനിക്ക് തോന്നുന്നു, കോളേജിന്റെ കറസ്പോണ്ടന്റായി ഒരു വർഷം ഉപയോഗത്തിലേക്ക് ശേഷം. അതിനുശേഷമാണ് അദ്ദേഹം പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറായി പോകുന്നതും അതുപോലെ പിന്നീട് ചെയർമാനൊക്കെ ആവുന്നത്. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് എന്താ പറയുക, നമ്മൾ പെരുമാറാനും സംസാരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ CMന്റെ കോപുരത്തിലാണ് അദ്ദേഹത്തോടൊപ്പം ഞാൻ ഒരുപാട് സ്ഥലം സാവൻകുട്ടി സാഹിബിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാവൻകുട്ടി സാഹിബിനെ കുറിച്ച് പലരും സാധാരണ നമുക്ക് തോന്നുന്നത് വെച്ചാൽ അദ്ദേഹം വളരെ റിസർവ്ഡ് ആണ്. പക്ഷേ അല്ല, വളരെ വലിയ തമാശ പറയും, തലശ്ശേരി തമാശ പറയും. അദ്ദേഹം സാമൂഹ്യ വിമർശനം തമാശ കൂടിയൊക്കെ നടത്തും. അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യൻ തന്നെയായിരുന്നു അദ്ദേഹം. ഇവിടെ അദ്ദേഹത്തിന്റെ സംഗീതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ താല്പര്യത്തെക്കുറിച്ചൊക്കെ സീമൊക്കെ പറഞ്ഞു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അദ്ദേഹത്തിന് റഫിയുടെ ഒരു കാസറ്റ് ഞാൻ അദ്ദേഹത്തിന് കൊണ്ടുകൊടുത്തത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ തലത്തിലും അദ്ദേഹത്തിന് പിന്നെ എന്താ പറയുക, നമ്മള് ഒരു വലിയ ഒരു പിന്നെ എന്താ പറയുക, ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആസ്വദിക്കാനും കലയെയും ഒക്കെ പിന്നെ ആസ്വദിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ വളരെ ചുരുക്കി പറയുന്നതാണത്, ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് പോയപ്പോൾ എനിക്ക് അദ്ദേഹം ഒരു പുസ്തകം തന്നു. ആദ്യം എനിക്ക് ആഗ്രഹം തരുന്നത് മുഹമ്മദ് മാർബതി പിക്താളിന്റെ ഇസ്ലാമിക് സംസ്കാരം, കൾച്ചറൽ സൈഡ് ഓഫ് ഇസ്ലാമിന്റെ മലയാള പരിഭാഷ അദ്ദേഹത്തിന്റെ സുഹൃത്ത് യൂണിവേഴ്സിറ്റി കോളേജ് പ്രൊഫസർ K. ഹസൻ എഴുതിയാന്ന് എൻ്റെ ഓർമ്മ. എന്നോട് പറഞ്ഞത് എൻ്റെ സുഹൃത്ത് എഴുതിയതാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഗ്രന്ഥം എനിക്ക് തന്ന ഓർമ്മയുണ്ട്. പിന്നെ അദ്ദേഹം തന്നെ എഴുതിയ സി സാഹിബിന്റെ കുറിച്ചുള്ള വളരെ നല്ലൊരു ഗ്രന്ഥം. കാരണം ഞാൻ എൻ്റെ മുസ്ലിം വിമൻ ഇൻ കേരള എന്നുള്ള ഗ്രന്ഥം എഴുതുമ്പോൾ ഇവിടെ കേരളത്തിലെ ഈ നവോത്ഥാനത്തെ കുറിച്ച്, മുസ്ലിം നവോത്ഥാനത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സി സാഹിബിനെ കുറിച്ച് പറയാതിരിക്കുന്ന നിർവാഹമില്ല. അപ്പൊ അതിന് സാവൻകുട്ടി സാഹിബിന് ഒരേ ഒരു ഗ്രന്ഥം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും വളരെ ആധികാരികമായ സി സാഹിബിനെ കുറിച്ചുള്ള ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ ആണ്. അപ്പൊ അദ്ദേഹത്തിന് വളരെ വലിയൊരു വായനശീലം ഉണ്ടായിരുന്നു, മറ്റുള്ളവരെ വായിപ്പിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അത് അങ്ങനെ ആ രൂപത്തിലുള്ള ഒരു വലിയൊരു സേവനം പാണ്ഡിത്യരംഗത്തും അതുപോലെ തന്നെ അറിവിന്റെ രംഗത്തും ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം മറ്റ് MSSൽ പ്രവർത്തിക്കുന്ന കാര്യം നമുക്കറിയാം. മറ്റെല്ലാ സേവന രംഗത്തും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ പറയാനുള്ള അവസരമില്ലാത്തതുകൊണ്ട് ക്ഷമിക്കുന്നു.
ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. സാഹിത്യ മര്യാദയുടെ എൻ്റെ അനുഭവങ്ങളെ കുറിച്ച് ഞാൻ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അതൊന്നും വിശദമായി പറയുന്നില്ല. ടി.പി. കുട്ടിയാമ സാഹിബ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരക ഗ്രന്ഥം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ടി.എം. സാവാൻകുട്ടി സാഹിബായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ഓർമ്മക്കുറിപ്പോ ഓർമ്മ പുസ്തകമോ വരുമായിരുന്നില്ല. വന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഓർക്കുമായിരുന്നില്ല. കാരണം ഇന്നും വളരെ ആധികാരികമായി ടി.പി. കുട്ടിയാമ സാഹിബിനെ കുറിച്ചുള്ള പുസ്തകം സ്മരണിക്കുകയാണ്. അതുപോലെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ടി.എം. സാവാൻകുട്ടി സാഹിബിനെ കുറിച്ച് അദ്ദേഹം അന്തരിച്ച ഉടനെ തന്നെ ഒരു സ്മാരക ഗ്രന്ഥം തയ്യാറാക്കാൻ വേണ്ടി കെ.പി. കുഞ്ഞിമൂസ മുൻകൈയെടുത്തിരുന്നു. കെ.പി. റയീസിനെ അത് ഏൽപ്പിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അത് പുറത്തു വന്നില്ല. ഒരുപാട് ലേഖനങ്ങളൊക്കെ അപ്പോൾ ശേഖരിച്ചിരുന്നു. പക്ഷേ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നതുപോലെ ഇപ്പോൾ അത്തരമൊരു പുസ്തകം പുറത്തു വന്നിരിക്കുന്നു. വളരെ സന്തോഷകരമാണ്. ഞാൻ അദ്ദേഹത്തെ ഒടുവിൽ കാണുന്നത് കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചാണ്. ഞാനും കുഞ്ഞുമൂസയുമാണ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ 2-3 തവണ പോയിരുന്നത്. അപ്പോഴാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തെക്കുറിച്ച് തൻ്റെ ആത്മകഥ എഴുതുന്നു എന്ന് പറഞ്ഞത്. അത് കുഞ്ഞുമൂസ അത് പ്രസിദ്ധീകരിക്കാനും തയ്യാറായി. കുഞ്ഞുമൂസയാണ് മൈത്രി ബുക്സ് ആണ് അത് പ്രസിദ്ധീകരിച്ചത്. പക്ഷെ എഴുതിയപ്പോൾ അതൊരു ചെറിയ പുസ്തകമായിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ സർവീസ് സ്റ്റോറിയും ഒക്കെ ഒരുപാട് എഴുതാനുണ്ടായിരുന്നു. ആ പുസ്തകം കിട്ടിയപ്പോൾ എൻ്റെ ഒരു നിരാശ അദ്ദേഹത്തോട് നേരിട്ട് പറയുകയുണ്ടായി. ഇത് പോരല്ലോ എന്ന് പറഞ്ഞു. അത്രയേ എഴുതാൻ കഴിയുന്നുള്ളൂ. അദ്ദേഹം വളരെ ഒരു തരത്തിൽ അവശനായിരുന്നു. ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ തിരക്ക് പിടിച്ച ജീവിതങ്ങളൊക്കെ ഒഴിഞ്ഞ് വീട്ടിൽ താരതമ്യേന ഏകാന്തനായി ജീവിക്കുമായിരുന്നു. ആ ഏകാന്തത അദ്ദേഹത്തെ വളരെ അസ്വസ്ഥരാക്കിയിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് ദീർഘമായി ഒന്നും എഴുതാൻ കഴിയാത്തത്. എനിക്ക് വളരെ സങ്കടം തോന്നി. ഒരുപാട് എഴുതാനുള്ള ഒരാൾ, ഒരുപാട് എഴുതാൻ കഴിയുന്ന ഒരാൾ, ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാൾ അത് എഴുതാതെ പോകുന്നത്, ആ അനുഭവങ്ങൾ നമുക്ക് കിട്ടാതെ പോകുന്നത് വലിയൊരു ദുഃഖമാണ്, വലിയൊരു ദുരന്തമാണ്. പക്ഷെ അദ്ദേഹത്തിന് അത്രേ എഴുതാൻ കഴിഞ്ഞുള്ളൂ. വേണ്ടതൊക്കെ അതിലുണ്ടെങ്കിൽ പോലും അത് പോരായിരുന്നു എന്ന് തോന്നിയിരുന്നു. അത് പ്രസിദ്ധീകരിച്ചത് കെ.പി. കുഞ്ഞുമൂസയാണ്. അതിന് ആമുഖം എഴുതിയതും കെ.പി. കുഞ്ഞുമൂസയാണ്. എനിക്ക് തോന്നുന്നത് ഈ പുസ്തകത്തിൽ എടുത്തു ചേർത്തത് ആ ആമുഖമാണ് എന്നത്. ഒരുപാട് കാര്യങ്ങൾ നേരത്തെ സജിത്ത് ഇവിടെ പറഞ്ഞു. ഞാനൊരു റെക്കമെൻഡേഷനുമായി പോയത് കൃത്യമായി എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി, PSC ഓഫീസിലുള്ള ഒരാൾക്ക് വേണ്ടി, തലശ്ശേരിക്കാരനായ ഒരാൾക്ക് വേണ്ടി, ടി.എം. സാവാൻകുട്ടിക്ക് ഏറ്റവും അടുത്തറിയുന്ന ഒരാളുടെ പേരമകന് വേണ്ടിയായിരുന്നു ഞാൻ റെക്കമെൻഡേഷന് പോയത്. യാതൊരു സൗജന്യവും എനിക്ക് തന്നില്ല. ക്ഷോഭിതനായിട്ട് പറഞ്ഞു, ഇത്തരം ഒരു റെക്കമെൻഡേഷൻ കൊണ്ട് നീ വരാൻ പാടില്ല. ഞാൻ വളരെ നിരാശനായി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല ആരുടെ മകനാണ് എന്നറിയില്ല, അതൊക്കെ അറിയാം, പക്ഷെ ഇതൊന്നും പറ്റില്ല, റെക്കമെൻഡേഷനുമായി വരരുത് എന്ന് പറഞ്ഞിട്ട് ക്ഷോഭിച്ചു. ഞാൻ ഇറങ്ങി പോകുന്നതിന് മുമ്പ് എനിക്ക് അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെ പ്രാതൽ കഴിച്ച് എന്നെ വിട്ടു. അതിന് വേറെയൊരു തിരുവനന്തപുരത്ത് പോയിരുന്നപ്പോഴൊക്കെയുള്ള അനുഭവങ്ങൾ. തലശ്ശേരി ബിരിയാണി, എൻ്റെ തമിഴ്നാട്ടിലുള്ള എൻ്റെ സുഹൃത്തിന് തലശ്ശേരി ബിരിയാണി, അദ്ദേഹം പോയപ്പോൾ പറഞ്ഞത്, എവിടെയും നീ റൂമൊന്നും എടുക്കണ്ട, നേരെ തിരുവനന്തപുരം മുസ്ലിം അസോസിയേഷനിൽ പോയാൽ മതി, അവിടെ എനിക്ക് എല്ലാ സൗകര്യമുണ്ട്, എൻ്റെ സ്നേഹിതനുള്ള സൗകര്യമുണ്ട്. പാളയം പള്ളിയിൽ, അന്ന് വെള്ളിയാഴ്ചയാണ്, പാളയം പള്ളിയിൽ ഞാനുണ്ടാവും, എന്നെ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. പാളയം പള്ളിയിൽ പോയപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തലശ്ശേരി മീൻ ബിരിയാണി എനിക്കും എൻ്റെ സുഹൃത്ത് അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്, റാബിത്തത്തുൽ ഇസ്ലാമിന്റെ ഒരു റെക്കമെൻഡേഷന് വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ റെക്കമെൻഡേഷൻ പോയ ഒരാൾക്ക് ബിരിയാണിയൊക്കെ സദ്യയോടുകൂടി അദ്ദേഹത്തിന് തങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുത്തുന്ന ഈ ആതിഥ്യ മര്യാദ, ഇത് തലശ്ശേരിയുടെ ആതിഥ്യ മര്യാദയാണ്. അദ്ദേഹം
എന്നും കൊണ്ടു നടന്നവർ ആദിത്യ പെരിയാറാണ്. എവിടെയും തലശ്ശേരിയെക്കുറിച്ച് എപ്പോഴും നന്മ പറയുന്ന, പൊക്കി പറയുന്ന ഒരാളായിരുന്നു. അതാണ് ഞങ്ങൾക്ക്, എനിക്കും കുഞ്ഞുമൂസക്കും ഒക്കെ കിട്ടിയത്. എവിടെ പോയാലും തലശ്ശേരിയെ കുറിച്ച് പറയുക. തലശ്ശേരിയുടെ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഗതകാല തലശ്ശേരിയിലെത്തി. ടി എം സാവൻകുട്ടി എൻ്റെ പുസ്തകത്തിൽ ഒരു ചാപ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ സന്ദർഭം തന്ന ഇതിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നു. അവിടെ കൗണ്ടറിൽ നമ്മുടെ അബൂബക്കർ, പ്രൊഫസർ ഇസ്മായിൽ, ചുരേ ചന്ദ്ര മാസ്റ്റർ, കെ ബഹൂർ സാഹിബ്, അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പുസ്തകത്തിൻ്റെ ആദ്യാവസാനം നമ്മളോട് സഹകരിച്ച് നമുക്ക് വേണ്ടി ഈ പുസ്തകം നന്നായി എഡിറ്റ് ചെയ്ത് തന്ന എൻ്റെ സുഹൃത്ത് ശ്രീത്ത്, എല്ലാവർക്കും ഈ പരിപാടിക്ക് വേണ്ടി വന്ന എല്ലാ മുഴുവൻ ആളുകൾക്കും ഈ സംഘാടന സമിതിക്ക് വേണ്ടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. പുസ്തകം ആവശ്യമുള്ളവർ അവിടെ നിന്ന് കൗണ്ടറിൽ നിന്ന് വാങ്ങുന്നു.